അപ്പോൾ എന്നും അതുപോലെ തന്നെ നമ്മൾ രാവിലെ വണ്ടിയെടുത്ത് മേഡത്തിൻ്റെ ഉപ്പേരെ വീട്ടിലോട്ടാണ് പോകുന്നത് കേട്ടോ. അവിടെ ചെന്ന് ഇറങ്ങി ഒരു 5 മിനിറ്റ് നമ്മളവിടെ വെയിറ്റ് ചെയ്തിട്ടോ. നമ്മൾ ചെന്നപ്പോൾ ഇത്തിരി നേരത്തെ ആയിപ്പോയി. അങ്ങനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരുന്നപ്പോഴത്തേക്കും മേഡമൊക്കെ വന്നു. അതിനുശേഷം നമ്മൾ നേരെ മേഡത്തിൻ്റെ സ്കൂളിലെത്തിയതിന് ശേഷം മേഡത്തിനെ ഡ്രോപ്പ് ചെയ്തിട്ട് തിരിച്ച് റൂമിലോട്ട് പോകാൻ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് ഗൈസ്. അത് കഴിഞ്ഞ് റൂമിലെത്തി കഴിച്ചിരുന്ന ഫുഡിൻ്റെ വേസ്റ്റ് കൊണ്ടുവന്ന് ഡസ്റ്റ്ബിന്നിൽ തട്ടിയതിന് ശേഷം നമ്മൾ നേരെ പോകുന്നത് നമ്മുടെ ബായിയുടെ റൂമിലോട്ടാണ് കേട്ടോ. അവിടെ ചെന്ന് കതവ് തുറന്നു അകത്ത് ബായി ഉണ്ടാകുന്ന നോക്കിയപ്പോഴത്തേക്കണം വണ്ടി വെളിയിൽ കിടക്കുന്ന കണ്ടായിരുന്നു. ബായി ഉണ്ടാകുന്ന നോക്കിയപ്പോഴത്തേക്കണം ബായി അവിടെ ഈ തറയിലിരിക്കുന്നു കേട്ടോ. എന്താണ് പരിപാടി എന്ന് അടുത്ത് നിന്ന് നോക്കിയപ്പോഴത്തേക്കണം ബായിക്ക് കഴിക്കാനുള്ള എന്തോ ഒരു കറി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അതിനുള്ള സാധനങ്ങൾ അരിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ബായിയുടെ അടുത്ത് നിന്ന് കുറച്ച് നേരം കഥയും പറഞ്ഞ് റെഡി ആയിട്ടൊക്കെ നിന്നപ്പോഴത്തേക്കാണ് നമ്മുടെ ഫോണിലൊരു ബെല്ല്. അതെടുത്ത് നോക്കിയപ്പോഴത്തേക്കാണ് നമ്മുടെ കഫീൽ വിളിക്കുന്നു. കഫീൽ വിളിച്ചിട്ട് പറയുകയാണ് വണ്ടി കൊണ്ടുപോയി സർവീസ് ചെയ്യാൻ പോകണമെന്ന്. അങ്ങനെ നേരെ വണ്ടി സർവീസ് ചെയ്യാൻ പോയി. സർവീസ് ചെയ്തുകൊണ്ട് നിൽക്കുന്ന കാഴ്ചയാണ് ഗൈസ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ അതിനകത്തിരുന്നപ്പോഴത്തേക്കാണ് ഒരു കാര്യം ആലോചിച്ചത്. വിമല ചേച്ചിയെ വിളിച്ചില്ല. അങ്ങനെ നമ്മൾ വിമല ചേച്ചിയെ വിളിച്ചു. കുറച്ച് നേരം ഇരുന്ന് സംസാരിച്ചു. അത് കഴിഞ്ഞ് സർവീസ് സ്റ്റേഷനിലെ ബായിമാരെല്ലാം കൂടെ വണ്ടി തുടച്ച് ക്ലീൻ ചെയ്യുന്ന വീഡിയോ ആണ് ഗൈസ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതിനുശേഷം നമുക്ക് ഡ്യൂട്ടിയും കാര്യങ്ങളൊന്നും വന്നില്ലായിരുന്നു. സമയം ഇപ്പോൾ ഏകദേശം 10 മണിയായിട്ടുണ്ട്. നേരെ മേഡത്തിൻ്റെ ഉമ്മേരെ വീട്ടിൽ പോയി അവിടെ നിന്ന് കഴിക്കാൻ തന്ന ഫുഡും മേടിച്ചുകൊണ്ട് റൂമിൽ വന്ന് ഫുഡുകൾ നിങ്ങൾക്ക് കൂടി കാണാൻ വേണ്ടി പറക്കി വെച്ച് നിരത്തിയതാണ് ഗൈസ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇനിയിപ്പോൾ വേറെ പരിപാടിയൊന്നും ഇല്ലാത്തതുകൊണ്ട് നേരെ ബായിക്ക് കൊണ്ടുവന്ന് കൊടുക്കണം ഫുഡുകളെല്ലാം. അതുകൊണ്ട് തന്നെ ഞാൻ ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് നിർത്തുകയാണ് ഗൈസ്.